Okay. Good evening, all Pearlvine partners. നമ്മുടെ ഇന്നത്തെ NRI ക്ലബ് മീറ്റിംഗ് പ്രോഗ്രാമിലേക്ക് കടന്നു വന്നിട്ടുള്ള നമ്മുടെ പ്രിയ പേൾവൈൻ കുടുംബാംഗങ്ങളെ എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ മനീഷ് കണ്ണൂർ. നമ്മുടെ പ്രിയങ്കരനായ ഗ്രേറ്റ് ലീഡർ മുജീബ് സാർ എന്നെ വളരെ വിശദമായി തന്നെ പരിചയപ്പെടുത്തി. താങ്ക് യു മുജീബ് സാർ. ഞാൻ ഈ ഒരു സിസ്റ്റം നെഞ്ചോട് ചേർത്ത് ചെയ്യാൻ തുടങ്ങി 4.25 വർഷമായി. ഈ ഒരു സിസ്റ്റം മാത്രം ചെയ്യുന്നു. അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. വലിയൊരു ടീമിനെ നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഗുരുക്കന്മാരായ ലീഡേഴ്സിൻ്റെയും അനുഗ്രഹത്താൽ ബിൽഡ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഇന്ന് നല്ല രീതിയിലുള്ള ഇൻകം എനിക്ക് ഈ ഒരു സിസ്റ്റത്തിലൂടെ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് എൻ്റെ ഗ്രേറ്റ് അപ്ലയൻസിനോടും അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പാർട്ട്ണർമാരോടും ഏറ്റവും വലിയ നന്ദിയും പ്രാർത്ഥനയും അർപ്പിക്കുന്നു. മുജീബ് സാർ പറഞ്ഞു കഴിഞ്ഞു, കണ്ണൂരിൽ വലിയൊരു മീറ്റിംഗ് പ്രോഗ്രാം നടന്നു. 50 പേരാണ് സീറ്റ് ബുക്ക് ചെയ്തതെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട പാർട്ട്ണർമാർ ആവശ്യം പരിഗണിച്ച് കൊണ്ട് അത് 117ലധികം ആൾക്കാരാണ് അവിടെ പങ്കെടുത്തത്. അത് തന്നെ ഏറ്റവും വലിയ വിജയമാണ്. അത് പറയാതിരിക്കാൻ വയ്യ. അത് ഏറ്റവും വലിയ വിജയമാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട പാർട്ട്ണർമാർക്ക് എല്ലാവർക്കും വലിയൊരു നന്ദി അർപ്പിക്കുന്നു. അത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു സിസ്റ്റം എപ്പോഴാണോ ആവശ്യക്കാരായി കടന്നു വരുന്നത് അന്ന് മുതൽ നമുക്ക് റിസൾട്ട് വന്നിരിക്കും. അതുപോലെ വലിയൊരു കടലോളം വ്യാപ്തിയുള്ള അങ്ങനെയുള്ള ഒരു വലിയൊരു പ്രസ്ഥാനത്തെ പറ്റിയാണ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് പേൾവൈൻ ഇന്റർനാഷണൽ. എന്താണ് പേൾവൈൻ ഇന്റർനാഷണൽ? പേൾവൈൻ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ടോട്ടലി ഒരു ബിസിനസ് വെബ്സൈറ്റ് ആണ്. ഒരു സോഷ്യൽ ആൻഡ് ഇ-കോമേഴ്സ് ബിസിനസ് വെബ്സൈറ്റ് ആണ്. അതുപോലെ തന്നെ ഒരു സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ ഒരു ഡിജിറ്റൽ ബാങ്കിങ് സിസ്റ്റം കൂടിയാണ്. ക്രൗഡ് ഫണ്ടിങ് സിസ്റ്റം കൂടിയാണിത്. അതാണ് പറഞ്ഞത്, ടോട്ടലി ഒരു ബിസിനസ് സംരംഭമാണ്. ഇതൊക്കെ കൂടിച്ചേർന്ന ഒരു പ്രസ്ഥാനമാണ് പേൾവൈൻ ഇന്റർനാഷണൽ. ഈ ഒരു സിസ്റ്റം അമേരിക്കയിൽ ഓസ്റ്റിൻ ടെക്സാസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് 2015 നവംബർ 28 ലോഞ്ച് ചെയ്യുന്നത്. ഈ ഒരു സിസ്റ്റത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഓസ്റ്റിൻ ടെക്സാസിൽ. ഇപ്പോൾ യുണൈറ്റഡ് കിങ്ഡം UK-യിലും സിസ്റ്റത്തിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നു. 2 ഓഫീസുകൾ ഇപ്പോൾ സിസ്റ്റത്തിനുണ്ട്. 156ലധികം രാജ്യങ്ങളിൽ, വേൾഡ് വൈഡാണ്, 156ലധികം രാജ്യങ്ങളിൽ സിസ്റ്റം പ്രവർത്തിക്കുന്നു. അതുപോലെ ഈ ഒരു സിസ്റ്റത്തിന്റെ ഫൗണ്ടർ ആൻഡ് വിഷണറി എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള ഗണിതശാസ്ത്രജ്ഞനായ നൊബേൽ പ്രൈസ് വിന്നറായ ഡോക്ടർ ഡാനിയൽ ജോൺസൺ എന്ന മഹാനായ വ്യക്തിയാണ്. ഈ ഒരു സിസ്റ്റം ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. ഈ ഫൗണ്ടറെ പറ്റി പറയുകയാണെങ്കിൽ ലോക സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ഒരു കുടുംബം എന്ന് വേണമെങ്കിൽ പറയാം. റോത്ത്ചൈൽഡ് ഫാമിലി എന്ന ആ ഒരു വലിയ ഫാമിലിയിലെ പുതിയ തലമുറയിലെ ഒരംഗമാണ് ഡോക്ടർ ഡാനിയൽ ജോൺസൺ. റോത്ത്ചൈൽഡ് ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ അമേരിക്കൻ ഡോളർ ലോകത്തിന് സമർപ്പിച്ച കുടുംബം. അതുപോലെ തന്നെ 300 വർഷത്തെ ബിസിനസ് പാരമ്പര്യമുള്ള കുടുംബം. ലോകപ്രശസ്തമായ പനാമ കനാലിന് പിന്നിൽ പ്രവർത്തിച്ച കുടുംബം. അതുപോലെ തന്നെ ഇന്ന് നാം ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ലേറ്റസ്റ്റ് ടെക്നോളജികളായ ഓൾമോസ്റ്റ് ടെക്നോളജികളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നതും ഈ ഒരു കുടുംബം തന്നെ. ഇന്ന് ക്രിപ്റ്റോ കറൻസിയിൽ കുതിച്ചുയർന്ന ബിറ്റ്കോയിൻ, അതുപോലെ തന്നെ എഥേറിയം, സ്റ്റേബിൾ കറൻസിയായ USDT, അങ്ങനെയുള്ള ഈ ഒരു ക്രിപ്റ്റോ കറൻസികളൊക്കെ ലോകത്തിന് സമർപ്പിച്ച കുടുംബം. ഇവരെപ്പറ്റി എണ്ണിയാലൊടുങ്ങാത്ത വിധത്തിൽ പറയാനുണ്ടാവും. അത്രയും വലിയൊരു ടീമാണ് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഈ സിസ്റ്റം 2015 അമേരിക്കയിൽ ലോഞ്ച് ചെയ്തു. 2018 ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്.
ആദ്യം ഡിജിറ്റൽ കറൻസി ലോകത്തെ KYC സ്വീകരിച്ചുകൊണ്ടുള്ള ആദ്യത്തെ ഡിജിറ്റൽ കറൻസിയാണ് വേൾഡ് വിൻ ഇന്റർനാഷണൽ പുറത്തിറക്കിയിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ഡിജിറ്റൽ കറൻസി കൈമാറ്റം ചെയ്യാൻ 2018 ഒരു എഗ്രിമെന്റ് ഉടമ്പടി ഉണ്ടാക്കി RBIയുമായി. ആ ഉടമ്പടിയുടെ പേരാണ് RDA, റുപ്പീസ് ഡ്രോയിങ് അറേഞ്ച്മെന്റ് എന്ന ഉടമ്പടി ഉണ്ടാക്കിയാണ് സിസ്റ്റം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ അനുവാദം കൂടി നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിനുണ്ട്. 100% 100% ജെന്യൂനാണ് വേൾഡ് വൈൻ ഇന്റർനാഷണൽ. അതുപോലെ ഈ സിസ്റ്റം ആദ്യം കൊണ്ടുവന്നത് ഡിജിറ്റൽ ബാങ്കിങ് സിസ്റ്റം. അതോടനുബന്ധിച്ച് 13 തരത്തിലുള്ള വാലറ്റുകളാണ് 156-ലധികം രാജ്യങ്ങളിൽ സിസ്റ്റം സെയിൽ ചെയ്തിരുന്നത്. അതിനോടനുബന്ധിച്ച് രണ്ടാമത്തെ സെക്കൻഡ് പ്രോജക്റ്റ് PVC മെറ്റ എന്ന് പറയുന്ന മൾട്ടി പർപ്പസ് NFT ടോക്കൻ വേൾഡ് വൈൻ കമ്മ്യൂണിറ്റി മെറ്റ 2022 ജൂലൈ 28 നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ലോഞ്ച് ചെയ്തു. സെക്കൻഡ് പ്രോജക്റ്റ് PVC മെറ്റ. അതുപോലെ തന്നെ തേർഡ് പ്രൊജക്ട് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ചാനൽ, വാട്സപ്പ്, ഫേസ്ബുക്ക് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന പോലുള്ളൊരു ചാനൽ നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിന് കടന്നു വരാനുണ്ട്. അതുപോലെ തന്നെ വൺ വേൾഡ് വൺ സിം മൊബൈൽ നെറ്റ്വർക്ക് വരാനുണ്ട്. ഒരു സിം കൊണ്ട് നമുക്ക് ഇന്റർനാഷണൽ ലെവലിൽ എല്ലാ കാര്യങ്ങളും മുഖാന്തരമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യുവാനുള്ളൊരവസരം ഈ ഒരു മൊബൈൽ നെറ്റ്വർക്കിലൂടെ സിസ്റ്റം കൊണ്ടുവരാൻ പോകുന്നു. അതുപോലെ തന്നെ ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം, ഇന്ന് ലേറ്റസ്റ്റ് ടെക്നോളജിയായ മെറ്റാവേഴ്സ് ടെക്നോളജിയിലുള്ള ഗെയിമിംഗ് പ്ലാറ്റ്ഫോം, അതിലൂടെ വലിയൊരു ഏർണിങ്സ് ഈ ഒരു ഗെയിമിലൂടെ നമുക്ക് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ആറാമത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഇ-കോമേഴ്സ് വങ്കി. നാം ഇന്ന് ആമസോണിലൂടെയൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന പോലെ നമുക്ക് വേൾഡ് വിൻ ഇന്റർനാഷണലിലൂടെ ഇ-കോമേഴ്സ് വങ്കിയിലൂടെ ലോകത്തിൽ ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഈ വങ്കിയിലൂടെ നമുക്ക് ലഭിക്കും. 5000-ലധികം പ്രൊഡക്റ്റുകൾ ഈ ഇ-കോമേഴ്സ് വങ്കിയിൽ ഇപ്പോൾ ട്രയൽ റൺ നടക്കുന്നു. ക്വിക്ക് ഡെലിവറിയാണ് ഈ ഒരു വങ്കിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു വങ്കിയുടെ ഓഫീസും കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് തായ്ലൻഡിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 6 പ്രൊജക്റ്റുകൾ സിസ്റ്റത്തിന് ഡെവലപ്പ് ചെയ്യാനുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ പ്രൊജക്റ്റിലാണ് സിസ്റ്റം പ്രവേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു 6 പ്രൊജക്റ്റുകൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നിസ്സാര ഒരു ടീമിന് ഒരിക്കലും സാധ്യമാവുകയില്ല ഫ്രണ്ട്സ്. ഒന്നാമത്തെ പ്രൊജക്റ്റ് ഡിജിറ്റൽ ബാങ്കിങ് സിസ്റ്റം. ആ ബാങ്കിങ് സിസ്റ്റത്തിൽ ഒന്നാമതൊരു വ്യക്തി കടന്നു വരുന്നത് ഒരു പേൾ എന്ന അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ടാണ്. ഒന്നാമത്തെ വാലറ്റ് പേൾ. ആ വാലറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആരാണോ ഈ ഒരു സിസ്റ്റം സ്പോൺസറായി സിസ്റ്റം പരിചയപ്പെടുത്തിയത് ആ വ്യക്തിയിലേക്ക് 30 ഡിജിറ്റൽ കറൻസി കൊടുത്തുകൊണ്ട്, അതുപോലെ തന്നെ ആ വ്യക്തി ഉൾപ്പെടെയുള്ള 8ഓളം അപ്ലയൻസിന് 1.25 ഡിജിറ്റൽ കറൻസി കൊടുത്തുകൊണ്ട് 30 ഡിജിറ്റൽ കറൻസിയിൽ നിന്നും 25 ഡിജിറ്റൽ കറൻസി സിസ്റ്റം സ്പോട്ടിൽ തന്നെ കൊടുത്തു. അത് പിന്നീട് 5 ഡിജിറ്റൽ കറൻസി ഓട്ടോപോൾ. ഈ ഒരു സിസ്റ്റം ഓട്ടോപോൾ സിസ്റ്റം കൂടിയാണ്. ഓട്ടോപോൾസ് കൊടുക്കുവാൻ വേണ്ടി 5 ഡിജിറ്റൽ കറൻസി മാറ്റി വെച്ചുകൊണ്ട് 30 ഡിജിറ്റൽ കറൻസിയും സിസ്റ്റം നമ്മളിലേക്ക് തന്നെ എത്തിച്ച് തന്നു. അതാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 13 തരത്തിലുള്ള വാലറ്റുകളിൽ ഒന്നാമത്തെ വാലറ്റ് പേൾ, പിന്നെ 7ാമത്തെ വാലറ്റ് റൂബി. റൂബി എന്ന വാലറ്റ് പർച്ചേസ് ചെയ്യാൻ 20,000 ഡിജിറ്റൽ കറൻസി 15 ലക്ഷം രൂപ ആവശ്യമായിരുന്നു. പേൾ എന്ന വാലറ്റിന് സിസ്റ്റം നൽകുന്നത് INR 32 ലക്ഷം രൂപ 8 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഓട്ടോപോൾ. അതുപോലെ തന്നെ റൂബി എന്ന വാലറ്റിന് സിസ്റ്റം നൽകുന്നത് 8 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഓട്ടോപോൾ 786 കോടി. അതിന്റെ 1, 2, 3 ഒക്കെ ഓട്ടോപോൾ കിട്ടിയവർ ഈ ഇന്ത്യയിൽ തന്നെ നിരവധി ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പേളിന്റെ 1, 2, 3, 4 ഓട്ടോപോളൊക്കെ കിട്ടിയ നിരവധി ആൾക്കാർ ഇന്ത്യയിൽ തന്നെയുണ്ട്. പിന്നീട് ബി പ്ലാൻ ബിഗ് ബൊണാൻസ 2020 2022 ബിഗ് ബൊണാൻസ 2020 ലോഞ്ച് ചെയ്യുന്നത്. അതിലും ഇതുപോലെ തന്നെ 6 വാലറ്റുകൾ ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ടോട്ടലി 13 തരത്തിലുള്ള ഡിജിറ്റൽ വാലറ്റുകളാണ് സിസ്റ്റം 156-ലധികം രാജ്യങ്ങളിൽ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പോൾ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് ഈ ഡിജിറ്റൽ കറൻസി പെർളിൻ ഇന്റർനാഷണൽ കൊണ്ടുവന്ന ഡിജിറ്റൽ കറൻസി കൃത്യമായി ബാങ്ക് വിഡ്രോവൽ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ LIC പ്രീമിയം, അതുപോലെ തന്നെ മൊബൈൽ റീചാർജ്, പിന്നെ മൊബൈൽ റീചാർജ്, ഗ്യാസ് ബില്ല്, അങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾക്ക് ഈ ഡിജിറ്റൽ കറൻസി 2018 മുതൽ ഉപയോഗിച്ചിരുന്നു. പിന്നീട് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് സിസ്റ്റത്തിന് ഓൺ ബ്ലോക്ക് ചെയിൻ ആൻഡ് ഓൺ സെർവറാണ്. സ്വന്തം ബ്ലോക്ക് ചെയിനിലാണ്, സ്വന്തം സെർവറിലാണ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. അഥവാ സെർവർ ഫാം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സെർവർ ഫാം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ തന്നെ വർഷത്തിൽ 5000 കോടിയിലധികമാണ്. 5000 കോടിയിലധികം. ഈ സെർവറിൽ 2015 100 ബില്യൺ ഡിജിറ്റൽ കറൻസി, അതായത് ഒരു ഡിജിറ്റൽ കറൻസിയുടെ മൂല്യം എന്ന് പറയുന്നത് അമേരിക്കൻ ഡോളറിന് സമാനമായിട്ടുള്ള മൂല്യമാണ് 75 രൂപ. ഇന്ന് അതിന്റെ മൂല്യം 90 രൂപയിലധികം കടന്നു. അപ്പോൾ 2015 ഇത്രയും 100 ബില്യൺ ഡിജിറ്റൽ കറൻസി സ്റ്റോർ ചെയ്തു. അതിന്റെ മൂല്യം എന്ന് പറയുന്നത് 9.5 ലക്ഷം കോടിയാണ് ഫ്രണ്ട്സ്, അതിന്റെ മൂല്യം എന്ന് പറയുന്നത്. പിന്നീട് സിസ്റ്റം സെക്കൻഡ് പ്രൊജക്റ്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ 85 ലക്ഷം അക്കൗണ്ട് ഹോൾഡർമാർ, വലിയൊരു കമ്മ്യൂണിറ്റിയെ ഈ 6 പ്രൊജക്റ്റുകൾ ഡെവലപ്പ് ചെയ്തതിന് മുന്നേ, തീർച്ചയായിട്ടും ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് മുന്നേ ഏകദേശം 85 ലക്ഷം അക്കൗണ്ട് ഹോൾഡർമാരെ സൃഷ്ടിച്ചു സെറ്റിൽ ചെയ്തുകൊണ്ട് ഓരോ വാലറ്റുകളും സിസ്റ്റത്തിലേക്ക് ഓരോ വാലറ്റുകളും പർച്ചേസ് ചെയ്യാൻ കൊടുത്ത ഡിജിറ്റൽ കറൻസിയുടെ ഇരട്ടിയിലധികം ഡിജിറ്റൽ കറൻസി തിരിച്ച് കൊടുത്തുകൊണ്ട് സെറ്റിൽ ചെയ്തുകൊണ്ട് ഈ സിസ്റ്റത്തിൽ വെച്ചിരുന്ന 100 ബില്യൺ ഡിജിറ്റൽ കറൻസിയിൽ നിന്നും 15,000 കോടി ഡിജിറ്റൽ കറൻസി ഓരോ വാലറ്റ് ഹോൾഡേഴ്സിനും 85 ലക്ഷം വാലറ്റ് ഹോൾഡേഴ്സിനും കൊടുത്തുകൊണ്ട് സെറ്റിൽ ചെയ്തുകൊണ്ടാണ് 2022 ജൂലൈ 28 PVC മെറ്റ എന്ന് പറഞ്ഞ മൾട്ടി പർപ്പസ് ടോക്കൺ പ്രോഗ്രാമിലേക്ക് കടന്നു വരുന്നത്. ആ കടന്നു വന്നുകൊണ്ട് സിസ്റ്റം പറയുന്നു 2 കാര്യങ്ങൾ ചെയ്യാനാണ് സിസ്റ്റം പറഞ്ഞിരിക്കുന്നത്. സീഡ് ഫണ്ടിങ് ആൻഡ് ടോക്കൺ ഫാമിങ് ചെയ്ത് കണക്ട് ചെയ്യാനാണ് സിസ്റ്റം ആ സമയം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പുതിയ പാർട്ണർമാർക്ക് ചെയ്യാനുള്ളത്. ഒന്ന് സീഡ് ഫണ്ടിങ് ആൻഡ് ടോക്കൺ ഫാമിങ്. ഈ 2 കാര്യങ്ങളും ചെയ്യുന്നത് ട്രസ്റ്റ് വാലറ്റിലാണ് ഈ വിധ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സീഡ് ഫണ്ടിങ് ആൻഡ് ടോക്കൺ ഫാമിങ്. സീഡ് ഫണ്ടിങ് ചെയ്തുകൊണ്ട് ഒന്നാമതായി സിസ്റ്റത്തിന്റെ സീഡ് പാർട്ട്ണർഷിപ്പിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ഈ സീഡ് പാർട്ട്ണർഷിപ്പിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ സിസ്റ്റം ഈ 6 പ്രൊജക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ കൃത്യമായി സിസ്റ്റം അനൗൺസ് ചെയ്തിരുന്നു റിവാർഡ്. ഈ സീഡ് ഫണ്ടിങ് ചെയ്യുന്ന വ്യക്തികൾ സിസ്റ്റത്തിന്റെ പാർട്ട്ണർഷിപ്പിലേക്ക് പ്രവേശിച്ചാൽ റിവാർഡ് നൽകുമെന്ന് സിസ്റ്റം പറഞ്ഞിരിക്കുന്നു. ഒന്നാമത് സീഡ് ഫണ്ടിങ് ചെയ്യുക. സീഡ് ഫണ്ടിങ് ചെയ്യാൻ ഇപ്പോൾ 500 PVC മെറ്റ കൊണ്ട് സീഡ് ഫണ്ടിങ് ചെയ്യാൻ പറ്റും. 500 PVC മെറ്റ, കുറച്ച് BNB ഗ്യാസ് ഫീ ആയിട്ട് കുറച്ച് BNB. അപ്പോൾ ഈ 500 PVC മെറ്റ 0.20 വെച്ച് ഡെയിലി റിവാർഡ് നൽകിക്കൊണ്ട് 150% സിസ്റ്റം കൊടുത്തതെങ്കിൽ ഇപ്പോൾ 200%ആയിട്ടാണ് സിസ്റ്റം ഇപ്പോൾ നൽകുന്നത്. 500 PVC മെറ്റ 1000 ദിവസം കൊണ്ട് 0.20 വെച്ച് 1000 PVC മെറ്റ ആയി മാറുന്നു. സിസ്റ്റത്തിന്റെ പാർട്ട്ണർഷിപ്പിലേക്ക് പ്രവേശിക്കുന്നു. പിന്നീട് പ്രധാനമായിട്ടുള്ള ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ടോക്കൺ ഫാമിങ്ങിലാണ്. PVC മെറ്റയുടെ ഒരു വിതച്ചതിന് ശേഷം പിന്നീട് ടോക്കൺ ഫാമിങ്ങിലേക്കാണ് രണ്ടാമത് പ്രവേശിക്കേണ്ടത്. ടോക്കൺ ഫാമിങ്ങിന് 100 USDT, ബേസ് പ്രൈസ് 130 100 USDT ആണ് ടോക്കൺ ഫാമിങ്ങിന് വേണ്ടത്. ആ 100 USDT 0.20 വെച്ച് ഡെയിലി റിവാർഡ് നൽകിക്കൊണ്ട് 1000 ദിവസം 33.5 മാസം കൊണ്ട് ഇത് 200 USDT ആയി മാറുന്നു. ഒന്ന് സീഡ് ഫണ്ടിങ്, 2 ടോക്കൺ ഫാമിങ്. ടോക്കൺ ഫാമിങ്ങിന് മിനിമം 100 USDT. ഈ രണ്ട് കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഒരു വ്യക്തിക്ക് ഈ സിസ്റ്റത്തിലേക്ക് പ്രവേശിക്കാൻ INR 17,000 രൂപ കൊണ്ട് ഒരു വ്യക്തിക്ക്
ഈ 2 കാര്യങ്ങളും ചെയ്തുകൊണ്ട് കടന്നു വരാൻ പറ്റും. പിന്നീട് ഡെയിലി ഇൻകത്തിന്റെ ചാർട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു ഒരു 13,000 മുതൽ 1 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം കൊണ്ട് ടോക്കൺ ഫാമിംഗ് ചെയ്താൽ, ഞാൻ മിനിമത്തിന്റെ കാര്യം പറഞ്ഞു, മിനിമം 17,000 കൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഫാമിംഗ് ചെയ്താൽ എത്രയാണ് ഡെയിലി റിവാർഡ് ലഭിക്കുന്നത്, എത്രയാണ് കരുതൽ ധനമായി മാറ്റിവെക്കുന്നത്, 85% നമുക്ക് എടുത്തു ഉപയോഗിക്കാൻ പറ്റുന്ന എത്രയാണ് എന്നൊക്കെ ഞാൻ ചെറിയ രീതിയിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് INR 13,000 രൂപ കൊണ്ട് 13,000 രൂപ കൊണ്ട് ടോക്കൺ ഫാമിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 0.20 വെച്ച് ഡെയിലി റിവാർഡ് 26 രൂപ ഡെയിലി റിവാർഡ് നൽകുന്നു. അതിൻ്റെ 6% എന്ന് പറയുന്നത് 26 × 30 780 രൂപയുണ്ടാവും പെർ മന്ത്. അതിൻ്റെ 85% എടുത്ത് ഉപയോഗിക്കാനുള്ള ഒരു അവസരം സിസ്റ്റം നൽകുന്നത്. 15% സീഡ് വാല്യൂ, വിത്ത് മൂല്യത്തിലേക്ക്, കരുതൽ ധനത്തിലേക്ക് സിസ്റ്റം മാറ്റിവെക്കുന്നു. അപ്പോൾ 85% 663 രൂപയുണ്ടാവും, 85%. 15% കരുതൽ ധനമായി ഫാമിംഗ് വാലറ്റ് എന്ന് പറഞ്ഞൊരു വാലറ്റിലേക്ക് മാറ്റിവെക്കുന്നു. 117 രൂപ മാറ്റിവെക്കുന്നു. ഇതിൻ്റെ മെച്യൂരിറ്റി ടൈം എന്ന് പറയുന്നത് 33.5 മാസം, 1000 ദിവസം. ഈ 33.5 മാസം കൊണ്ട് 13,000 കൊണ്ട് ടോക്കൺ ഫാമിംഗ് ചെയ്ത ഒരു വ്യക്തിക്ക് 0.20 വെച്ച് അത് 26,000 രൂപയായി മാറുന്നു. ഈ 26,000 രൂപ നമുക്ക് തികച്ചും വാലറ്റ് 15% ഫാമിംഗ് വാലറ്റിലുണ്ടാകും. ലഭിക്കുന്നത് 22,100 രൂപ ലഭിക്കുന്നു. അതുപോലെ തന്നെ 50,000 കൊണ്ട് ടോക്കൺ ഫാമിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 0.20 വെച്ച് ഡെയിലി INR 100 രൂപ ലഭിക്കുന്നു. അതിൻ്റെ 6% എന്ന് പറയുന്നത് 100 × 30 3000 രൂപ 6% ലഭിക്കുന്നു. അതുപോലെ തന്നെ 85% പ്രതിമാസം എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നത് 2,550 രൂപ. അതിൻ്റെ 15% സിസ്റ്റം കരുതൽ ധനമായി മാറ്റി വെക്കുന്നത് 450 രൂപ കരുതൽ ധനമായി മാറ്റി വെക്കുന്നത്. ഈ 50,000 ഇതിൻ്റെ മെച്യൂരിറ്റി ടൈം 33.5 മാസം, 1000 ദിവസം കൊണ്ട് ഇത് 1 ലക്ഷം രൂപയായി മാറുന്നു. 15% ഫാമിംഗ് വാലറ്റിൽ കരുതൽ ധനമായി ഉണ്ടാകും. ഈ 33.5 മാസം കൊണ്ട് 85% നമുക്ക് ലഭിക്കുന്നത് 50,000 പ്ലസ് 35,500, അതായത് 85,000 രൂപ ലഭിക്കുന്നു, 85%. അതുപോലെ തന്നെ 1 ലക്ഷം കൊണ്ട് ടോക്കൺ ഫാമിംഗ് ചെയ്യുന്ന വ്യക്തിക്ക് 0.20 വെച്ച് ഡെയിലി INR 200 രൂപ ഡെയിലി റിവാർഡ് ലഭിക്കും. അതിൻ്റെ 6% എന്ന് പറയുന്നത് 200 × 30 6,000 രൂപയുണ്ടാവും പെർ മന്ത്. അതിൻ്റെ 85% 5,100 രൂപ നമുക്ക് പ്രതിമാസം എടുത്ത് ഉപയോഗിക്കാം. ഇതിൻ്റെ 15% സിസ്റ്റം കരുതൽ ധനമായി മാറ്റിവെക്കുന്നത് 900 രൂപ ഇതിൽ നിന്ന് മാറ്റിവെക്കുന്നു. 15% ഫാമിംഗ് വാലറ്റിൽ. ഈ 1 ലക്ഷം എന്ന് പറയുന്നത് ഇതിൻ്റെ മെച്യൂരിറ്റി ടൈം 33.5 മാസം കൊണ്ട് 85% 1 ലക്ഷം പ്ലസ് 70,000 രൂപ നമുക്ക് അഡീഷണൽ ലഭിക്കും. ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മുതലും ലാഭം ഒരുമിച്ച് റിവാർഡായിട്ട് സിസ്റ്റം ഡെയിലി നൽകുന്നു. അപ്പോൾ നമുക്ക് 2 ലക്ഷം രൂപ ലഭിക്കും. 1,70,000 രൂപ 85% എടുക്കാനുണ്ടാവും. ബാക്കി ഫാമിംഗ് വാലറ്റിൽ ഉണ്ടാകും. ഈ ഫാമിംഗ് വാലറ്റിലുള്ളത് ഫ്രണ്ട്സ് തീർച്ചയായിട്ടും അത് വീണ്ടും എപ്പോഴാണോ 100 USDT 100 USDT ആകുന്നത്, ഇപ്പോഴത്തെ പ്ലാൻ പ്രകാരം 100 USDT എപ്പോഴാണോ ആകുന്നത്, അപ്പോൾ നമുക്ക് വീണ്ടും റീഫാമിങ്ങിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് അതിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കാൻ പറ്റും. ഒരിക്കലും ഈ പ്രോസസ്സ് നിൽക്കുന്നില്ല, ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ 5 ലക്ഷം കൊണ്ട് ടോക്കൺ ഫാമിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സിസ്റ്റം
0.20 വെച്ച് 1000 രൂപ ഡെയിലി റിവാർഡ് നൽകുന്നു. പ്രതിമാസം 6% എന്ന് പറയുന്നത് 1000 × 30 30,000 രൂപ പ്രതിമാസം ലഭിക്കുന്നു. അതിൻ്റെ 85% എന്ന് പറഞ്ഞത് 25,500 രൂപ 85% നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. സിസ്റ്റം 15% മാറ്റിവെക്കുന്നത് 4,500 രൂപ കരുതൽ ധനമായി ഫാമിംഗ് വാലറ്റിൽ മാറ്റിവെക്കുന്നു. ഈ 5 ലക്ഷം എന്നുള്ളത് പ്ലസ് 5 ലക്ഷം 8,50,000 1000 ദിവസം 33.5 മാസം കൊണ്ട് മാറുന്നു. ഈ 33.5 മാസം കൊണ്ട് 5 ലക്ഷം എന്നുള്ളത് 10 ലക്ഷമായി മാറും. 15% ഫാമിംഗ് വാലറ്റിൽ ഉണ്ടാകും. ഈ ഫാമിംഗ് വാലറ്റിലുള്ളത് 100 USDT ആകുമ്പോൾ വീണ്ടും മുതലിലേക്ക് ഫാമിങ്ങിലേക്ക് കൊടുക്കുവാൻ പറ്റും. അതുപോലെ 10 ലക്ഷം കൊണ്ട് ടോക്കൺ ഫാമിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സിസ്റ്റം 0.20 വെച്ച് നൽകുന്നത് ഡെയിലി INR 2,000 രൂപ റിവാർഡ് നൽകുന്നു. അതിൻ്റെ 6%. 2,000 × 30 60,000 രൂപയുണ്ടാവും പ്രതിമാസം. 10 ലക്ഷം ടോക്കൺ ഫാമിംഗ് ചെയ്ത വ്യക്തിക്ക് പെർ മന്ത് 60,000 രൂപയുണ്ടാവും. അതിൻ്റെ 85% എന്ന് പറയുന്നത് 51,000 രൂപയുണ്ടാവും. 85% എടുത്തുപയോഗിക്കാൻ. അതുപോലെ തന്നെ സിസ്റ്റം 15% കരുതൽ ധനമായി മാറ്റിവെക്കുന്നത് 9,000 രൂപ കരുതൽ ധനമായി ഫാമിംഗ് വാലറ്റിൽ മാറ്റിവെക്കുന്നു. ഈ ഒരു മൂല്യം എന്ന് പറയുന്നത് 10 ലക്ഷം എന്നുള്ളത് 33.5 മാസം 1000 ദിവസം കൊണ്ട് 20 ലക്ഷമായി മാറും. 33.5 മാസം നമുക്ക് 20 ലക്ഷമായി മാറും. അപ്പോൾ ഇതിൻ്റെ 85% എന്ന് പറയുന്നത് 17 ലക്ഷമാണ് ടോട്ടൽ ഉണ്ടാവുക. 10 ലക്ഷം പ്ലസ് 70,000 നമുക്ക് ലഭിക്കും. പിന്നീട് തീർച്ചയായിട്ടും ഫ്രണ്ട്സ് ഇത് നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ നമ്മളെല്ലാം ഇതൊരു ബിസിനസ്, ഈ ഒരു സിസ്റ്റത്തെ ഒരു ബിസിനസ്സായിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന പ്രതിമാസം ലഭിക്കുന്ന ഈ ഒരു എമൗണ്ട് റിവാർഡ് നമുക്കൊരു 33.5 മാസം വെയിറ്റ് ചെയ്താൽ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിലൂടെ അത് വലിയൊരു അസറ്റാക്കി മാറ്റാൻ പറ്റും. നമ്മളിത് ഒരു ബിസിനസ്സായിട്ട് തന്നെ എടുത്ത് പ്രതിമാസം എടുത്ത് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം. അല്ലാണ്ട് ഒരു 33.5 മാസം വെയിറ്റ് ചെയ്താൽ ഈ എമൗണ്ട് വലിയൊരു എമൗണ്ടായി മാറും. ഒരു 2 ലക്ഷം കൊണ്ട് ടോക്കൺ ഫാമിംഗ് ചെയ്താൽ കോമ്പൗണ്ടിങ് വഴി വലിയൊരു എമൗണ്ട് 12 മാസം കൊണ്ട് തന്നെ ഈ 2 ലക്ഷം എന്നുള്ളത് 3,45,440 മാറും. കോമ്പൗണ്ടിങ് ഒരു മാസം ലഭിക്കുന്ന ആ ഒരു എമൗണ്ട് കോമ്പൗണ്ടിങ്ങിലൂടെ പ്രതിമാസം കൂട്ടുപലിശ പോലെ ഇട്ട് വീണ്ടും അത് 0.20% വർദ്ധിപ്പിച്ചാൽ ഒരു വർഷം കൊണ്ട് തന്നെ ഈ 2 ലക്ഷം 3.25 ലക്ഷത്തിലധികം ലഭിക്കുന്നു. 33.5 മാസം കൊണ്ട് ഈ 2 ലക്ഷം എന്നുള്ളത് ഫ്രണ്ട്സ് 9,81,261 രൂപ ആയി മാറുന്നു. 2 ലക്ഷം കൊണ്ട് ടോക്കൺ ഫാമിംഗ് ചെയ്ത് 33.5 മാസം വെയിറ്റ് ചെയ്താൽ, അപ്പോൾ ഈ 2 ലക്ഷം ഫാമിംഗ് ചെയ്താൽ സാധാരണഗതിയിൽ ലഭിക്കുന്നത് ഡെയിലി 400 രൂപയാണ് വരുമാനം ലഭിക്കും. 400 രൂപ വരുമാനം ലഭിക്കും. അപ്പോൾ 33.5 മാസം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും പിന്നീട് അടുത്ത മാസം മുതൽ 34ാമത്തെ മാസം മുതൽ നിങ്ങൾ എടുത്ത് ഉപയോഗിക്കുന്നതാണെങ്കിൽ 0.20 വെച്ച് 1,962 രൂപയുണ്ടാവും. നിങ്ങൾ 400 നിന്ന് തുടങ്ങി നിങ്ങൾ വെയിറ്റ് ചെയ്താൽ ആ എമൗണ്ട് 1,962 രൂപ വെച്ച് നിങ്ങൾക്ക് ഡെയിലി 100% കിട്ടും. അതിൻ്റെ 85% 1,668 രൂപ വരുമാനമുള്ള ഒരാളായി മാറുന്നു. 400 രൂപയിൽ നിന്നും 1,668 രൂപ വരുമാനമുള്ള ആളായി മാറുന്നു. അപ്പോൾ അതിൻ്റെ 30 ദിവസം എന്ന് പറഞ്ഞത് 50,000 രൂപ. നിങ്ങളുടെ വരുമാനം എന്ന് പറഞ്ഞാൽ 50,000 രൂപ. 2 ലക്ഷം ചെയ്താൽ സാധാരണയായി 10,200 രൂപയാണ് 85% ഉണ്ടാവുക. ആ 10,200 രൂപയാണ് 33.5 മാസം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ ഫ്രണ്ട്സ് 50,000 രൂപയായി
നിങ്ങൾക്ക് ലഭിക്കുന്നത് പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിലൂടെ. ഇതൊരു ബിസിനസ്സായി കണ്ടുകൊണ്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ ലെവലിൽ സംഭവിക്കും. അതുപോലെ തന്നെ 5 ലക്ഷം കൊണ്ട് ടോക്കൺ ഫാമിംഗ് ചെയ്ത് ഇതേപോലെ തന്നെ 33.5 മാസം പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിലൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറായാൽ ഇത് സംഭവിക്കും. 12 മാസം കൊണ്ട് തന്നെ ഈ ഒരു എമൗണ്ട് 5 ലക്ഷം എന്നുള്ളത് 8,63,960 രൂപയായി മാറുന്നു. 8.5 ലക്ഷം കടക്കുന്നു. ഒരു വർഷമാകുമ്പോൾ തന്നെ അത് കോമ്പൗണ്ടിങ് ഓരോ മാസവും നമുക്ക് കിട്ടുന്ന റിവാർഡ് ഈ മുതലിന്റെ കൂടെ ഓരോ പ്രതിമാസം ഏടാക്കിയാൽ ഒരു വർഷമാകുമ്പോൾ തന്നെ ഫ്രണ്ട്സ് ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ 33.5 മാസം ഇങ്ങനെ വെയിറ്റ് ചെയ്താൽ 1000 ദിവസം കൊണ്ട് അത് പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിലൂടെ മാറുന്നത് 24,55,048 രൂപയുണ്ടോ. 5 ലക്ഷം ചെയ്ത് നിങ്ങൾ ഫാമിംഗ് ചെയ്ത് 33.5 മാസം വെയിറ്റ് ചെയ്യാൻ തയ്യാറായാൽ 24,55,048 രൂപ. പിന്നീട് അത് സംഭവിക്കും. നിങ്ങൾ ഈ 33.5 മാസം കഴിഞ്ഞ് 34 മാസം കഴിയുമ്പോൾ ആ 24 ലക്ഷത്തിലധികമുള്ള അതിന്റെ നിങ്ങൾക്ക് എടുക്കണം, നെക്സ്റ്റ് മന്ത് മുതൽ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ 0.20 വെച്ച് ലഭിക്കുന്നത് 4,910 രൂപയായിരിക്കും നിങ്ങളുടെ വരുമാനം. 4,910 രൂപ. 5 ലക്ഷം ടോക്കൺ ഫാമിംഗ് ചെയ്താൽ 850 രൂപയാണ് നിങ്ങൾക്ക് ഉണ്ടാവും. 850 രൂപ 85% നിങ്ങൾക്ക് 0.20 വെച്ച് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നത്. പിന്നെ 850 രൂപയാണെങ്കിൽ 33.5 മാസം ഫ്രണ്ട്സ് കാത്തിരുന്നാൽ 4,910 രൂപ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ 85% എന്ന് പറയുന്നത് 4,173 രൂപ വരുമാനക്കാരനായി നിങ്ങൾ മാറും. 850 രൂപയിൽ നിന്നും 4,173 രൂപ വരുമാനക്കാരനായി നിങ്ങൾ മാറും. തീർച്ചയായിട്ടും അത് പ്രതിമാസം നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് 1,25,180 രൂപ വരുമാനക്കാരനായി നിങ്ങൾ മാറും. ഫ്രണ്ട്സ് ആലോചിച്ച് നോക്കുക. പവർ ഓഫ് കോമ്പൗണ്ടിങ് ചെയ്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ 5 ലക്ഷം ചെയ്താൽ 25,500 രൂപയാണ് നിങ്ങൾക്ക് എടുത്തുപയോഗിക്കാനുണ്ടാവുക. ഈ 25,500 രൂപയാണ് 33.5 മാസം വെയിറ്റ് ചെയ്താൽ 1,05,190 രൂപ നിങ്ങൾക്ക് എടുത്തുപയോഗിക്കാൻ പറ്റും. ഫ്രണ്ട്സ്, അതാണ് ഏറ്റവും വലിയ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ ഈ ഒരു സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 20 മാട്രിക്സ് പ്ലാൻ എന്ന സിസ്റ്റം പ്രവർത്തിക്കുന്നത്. വേൾഡ് ഇന്റർനാഷണലിന്റെ ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത് 4 മാട്രിക്സ്, 4ന്റെ ഡ്യൂപ്ലിക്കേഷൻ, 4ന്റെ മൾട്ടിപ്ലൈ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ സിസ്റ്റം ആഗ്രഹിക്കുന്നത് വേൾഡിലുള്ള വലിയൊരു കമ്മ്യൂണിറ്റിയെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണമെന്നൊരു ആഗ്രഹത്തോടെയാണ് ഈ PVC മെറ്റയുടെ റഫറൽ 20 മാട്രിക്സിൽ സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളൊരു വ്യക്തിയെ കൊണ്ട് ടോക്കൺ ഫാമിംഗ് ചെയ്യിപ്പിക്കുമ്പോൾ 20ഓളം ലെവലിലേക്കാണ് 20 മാട്രിക്സ് പ്രകാരം ഇൻകം പോകുന്നത്. ഫ്രണ്ട്സ് ആലോചിച്ച് നോക്കുക. ജസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞത്, ഞാനൊരു വ്യക്തിയെ കൊണ്ട് 1 ലക്ഷം കൊണ്ട് ടോക്കൺ ഫാമിംഗ് ചെയ്യിപ്പിച്ചാൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് പ്രതിമാസം 6,000 രൂപയാണ്. 6,000 രൂപ പ്രതിമാസം വരുമാനം ലഭിക്കും. അതിന്റെ 20%, ആ വ്യക്തി വാങ്ങിക്കുന്ന വരുമാനത്തിന്റെ 20% പ്രതിമാസം എനിക്ക് ലഭിക്കും. അതായത് 20% എന്ന് പറയുന്നത് 1,200 രൂപ പ്രതിമാസം ലഭിക്കും. ഈ ഇൻകം ലഭിക്കുന്നത്, ഈ റിവാർഡ് ലഭിക്കുന്നത് ഫ്രണ്ട്സ് 190 ദിവസമാണ് ഈ ഒരു റിവാർഡ് ലഭിക്കുന്നത്. ഇതൊരിക്കലും ഈ 190 ദിവസം കൊണ്ട് അവസാനിക്കില്ല. ഫ്രണ്ട്സ് മനസ്സിലാക്കുക. അതായത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പവർ ഓഫ് കോമ്പൗണ്ടിങ് ആണ് ആ വ്യക്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ടൈം എന്നോളം കൃത്യമായിട്ട് വരുമാനം ലഭിക്കും. അതിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ 1 ലക്ഷം കൊണ്ട് ഒരു വ്യക്തിയെ കൊണ്ട് ടോക്കൺ ഫാമിംഗ് ചെയ്യിപ്പിച്ചാൽ 1,200 ലഭിക്കും. അതുപോലെ തന്നെ ആ വ്യക്തി, ഞാൻ കൊണ്ടുവന്ന ആ ഒരു വ്യക്തി പിന്നീട് ഒരു താഴെയുള്ള ഒരു വ്യക്തിയെ സ്പോൺസർ ചെയ്യുന്നു. എൻ്റെ രണ്ടാമത്തെ ലെവലിൽ ഒരു വ്യക്തിയെ ഇതേപോലെ തന്നെ 1 ലക്ഷം കൊണ്ട് ടോക്കൺ ഫാമിംഗ് ചെയ്യിപ്പിക്കുമ്പോൾ ഞാൻ ഡയറക്റ്റ് കൊണ്ടുവന്ന വ്യക്തിയിൽ നിന്ന് എനിക്ക് 20% ലഭിക്കും. ആ സെക്കൻഡ് ലെവലിൽ നിന്ന് ആ വ്യക്തി സ്പോൺസർ ചെയ്യുന്ന വ്യക്തി 1 ലക്ഷം കൊണ്ട് ടോക്കൺ ഫാമിംഗ് ചെയ്യിപ്പിക്കുമ്പോൾ അതിന്റെ 19% എനിക്ക് ലഭിക്കുക.
ഈ 19% എനിക്ക് വെറുതെ ലഭിക്കില്ല ഫ്രണ്ട്സ്. ഞാൻ ഒരാളെയാണ് ഈ സിസ്റ്റത്തിന് പരിചയപ്പെടുത്തിയെങ്കിൽ ഒരിക്കലും സെക്കൻഡ് ലെവലിൽ 1100 രൂപ എനിക്ക് ലഭിക്കില്ല. ഞാൻ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ലെവലിൽ ഇൻകം ലഭിക്കണമെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 ഡയറക്റ്റ് റെഫറൽ കൊണ്ടുവരണം. അതാണ് 20 മാട്രിക്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എൻ്റെ ഒരു പത്താമത്തെ ലെവലിൽ ഒരു വ്യക്തി ഇതേപോലെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് 10ാമത്തെ ലെവലിൽ ഒരു 25 ലക്ഷം രൂപ ടോക്കൺ ഫാമിംഗ് ചെയ്യുന്നു വിചാരിച്ചു. 25 ലക്ഷം ടോക്കൺ ഫാമിംഗ് ചെയ്താൽ ഞാൻ വെറും 2 ഡയറക്റ്റ് റെഫറൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ 25 ലക്ഷത്തിന്റെ പ്രോഫിറ്റ് അഥവാ റിവാർഡ് എനിക്ക് ലഭിക്കുകയില്ല. ആ റിവാർഡ് എനിക്ക് ലഭിക്കണമെങ്കിൽ 10ാമത്തെ ലെവലിലാണ് ആ വ്യക്തി ഡ്യൂപ്ലിക്കേഷൻ പ്രകാരം 10ാമത്തെ ലെവലിലാണ് ആ വ്യക്തി ഉണ്ടതെങ്കിൽ തീർച്ചയായിട്ടും 10 ഡയറക്റ്റ് റെഫറൽ ഞാൻ കണ്ടെത്തണം. എങ്കിൽ മാത്രമാണ് ഈ 25 ലക്ഷം രൂപയുടെ ഇൻകം എനിക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ 5 ലക്ഷം കൊണ്ട് ഒരു വ്യക്തിയെ കൊണ്ട് ഒരു പാർട്ണറെ കൊണ്ട് ഫാമിംഗ് ചെയ്യിപ്പിക്കുമ്പോൾ ആ പാർട്ണർ വാങ്ങുന്ന വരുമാനം എന്ന് പറയുന്നത് INR 30,000 രൂപയാണ് വാങ്ങിക്കുക. ഈ 30,000 രൂപയുടെ 20% എനിക്ക് ലഭിക്കും. അതായത് 6,000 രൂപ 20% ലഭിക്കും. അതുപോലെ ഈ ഒരു വ്യക്തി തൊട്ട് താഴെ ഞാൻ കൊണ്ടുവന്ന ഒരു വ്യക്തി സ്പോൺസർ ചെയ്യുന്നു. നെക്സ്റ്റ് ഒരു വ്യക്തിയെ 5 ലക്ഷം കൊണ്ട് തന്നെ ടോക്കൺ ഫാമിങ്ങിന് വേണ്ടി സ്പോൺസർ ചെയ്യുമ്പോൾ എനിക്ക് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് 19%, 5,700 രൂപ വരുമാനം ലഭിക്കുന്നു. ഈ വരുമാനം ഡ്യൂപ്ലിക്കേഷൻ നടന്ന് താഴേക്ക് ഡെപ്തിലേക്ക് പോകുന്നത് 1% വരെ 30 രൂപ വിത്ത് ഡ്യൂപ്ലിക്കേഷൻ നടക്കി 300 രൂപ വരുമാനം ലഭിക്കുന്നു. അതുപോലെ തന്നെ പുതിയൊരു പാർട്ട്ണറെ കൊണ്ട് 10 ലക്ഷം കൊണ്ട് ടോക്കൺ ഫാമിംഗ് ചെയ്യിപ്പിക്കുമ്പോൾ ആ പാർട്ട്ണർ വാങ്ങുന്ന വരുമാനം എന്ന് പറയുന്നത് INR പ്രതിമാസം 60,000 രൂപയാണ് ആ പാർട്ട്ണർ വരുമാനം വാങ്ങുന്നതെങ്കിൽ അതിൻ്റെ 20% എന്ന് പറയുന്നത് എനിക്ക് ലഭിക്കുന്നത് 12,000 രൂപ 20% ഒന്നാമത്തെ ലെവലിൽ നിന്ന് ലഭിക്കും. ഇതും 190 ഡേ ആണ് ഫ്രണ്ട്സ് ലഭിക്കുക. പവർ ഓഫ് കോമ്പൗണ്ടിങ് ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആ വരുമാനം ലഭിക്കും. അപ്പോൾ ഞാൻ കൊണ്ടുവന്നൊരു വ്യക്തി ഈ സിസ്റ്റം മനസ്സിലാക്കി, നല്ല രീതിയിൽ മനസ്സിലാക്കി, ഇതേപോലെ തന്നെ ഒരു വ്യക്തിയെ കൊണ്ട്, ഒരു പാർട്ട്ണറെ കൊണ്ട് 10 ലക്ഷം കൊണ്ട് ടോക്കൺ ഫാമിംഗ് ചെയ്യിപ്പിച്ചാൽ എനിക്ക് രണ്ടാമത്തെ ലെവലിൽ ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് 90%, 19% ലഭിക്കുക. 12,000 രൂപ 20% ഒന്നാമത്തെ ലെവലിൽ ലഭിക്കും. രണ്ടാമത്തെ ലെവലിൽ നിന്ന് ലഭിക്കുന്നത് 19% എന്നത് 11,400 രൂപ സെക്കൻഡ് ലെവലിൽ നിന്ന് ലഭിക്കുന്നു. അത് വിത്ത് ഡ്യൂപ്ലിക്കേഷൻ നടക്കുകയാണെങ്കിൽ 1% എന്ന് 600 രൂപ റിവാർഡ് ലഭിക്കും. അതുപോലെ തന്നെ 25 ലാക്ക് 25 ലക്ഷം കൊണ്ട് ഒരു വ്യക്തിയെ കൊണ്ട് ടോക്കൺ ഫാമിംഗ് ചെയ്യിപ്പിക്കുമ്പോൾ 30,000 രൂപയാണ് ഒന്നാമത്തെ ലെവലിൽ നിന്നും ലഭിക്കുക. 20% എന്ന് പറയുന്നത് 30,000 രൂപ. അതേപോലെ തന്നെ ആ ഒരു വ്യക്തി സീരിയസ് ആയി ഈ ബിസിനസ് ഏറ്റെടുത്തുകൊണ്ട് ഒരു വ്യക്തിയെ കൊണ്ട് ഇതേപോലെ തന്നെ രണ്ടാമത്തെ ലെവലിലെ വ്യക്തി 25 ലക്ഷം കൊണ്ട് ടോക്കൺ ഫാമിംഗ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ 19% റിവാർഡ് ലഭിക്കുക. 28,500 രൂപ റിവാർഡ് ലഭിക്കും. ഇതേപോലെ തന്നെ ഇങ്ങനെ ഡ്യൂപ്ലിക്കേഷനാണ് താഴോട്ട് വിറ്റ് പോവുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 1% 1,500 രൂപ ആണ് ലഭിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ തീർച്ചയായിട്ടും ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് ഈ 20 മാട്രിക്സ് പ്ലാനിന്റെ മാജിക് ആണ് ഫ്രണ്ട്സ് ഇവിടെ നടക്കുന്നത്. സിസ്റ്റം ഉദ്ദേശിക്കുന്നത് വലിയൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനാണ് സിസ്റ്റം ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഏത് രീതി വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇവിടെ ഒന്നാമത്തത് ഒരു വ്യക്തി ഒരു ഇൻവെസ്റ്ററായി വന്നുകൊണ്ട്, വെറും ഇൻവെസ്റ്ററായി വന്നുകൊണ്ട് ആ വ്യക്തിക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ റെഫർ മാർക്കറ്റിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പോലെ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ടീം ഡ്യൂപ്ലിക്കേഷൻ നടന്നുകൊണ്ട് വലിയൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഏത് വേണമെന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുക. തീർച്ചയായിട്ടും എപ്പോഴും സേഫ് എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ടോക്കൺ ഫാമിംഗ് നമ്മൾ 1, 2, 5 ലക്ഷം നമ്മൾ സെൽഫ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. അങ്ങനെ കൊടുക്കാൻ പറ്റൂ. അത് 1000 ദിവസം കൊണ്ട് ആ ഒരു പ്രോസസ്സ് അവിടെ നിൽക്കും. 33.5 മാസം കൊണ്ട്. ടീം ബിൽഡ് ചെയ്താലോ? ടീം ബിൽഡ് ചെയ്ത് ഡ്യൂപ്ലിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മളൊരു ജസ്റ്റ് ഒരു ആൽമരം ചിന്തിച്ചാൽ മതി. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡർ നമ്മളെ കൂടെ വന്നു. ആ ലീഡറിൽ നിന്നും ഡ്യൂപ്ലിക്കേഷൻ നടന്നാൽ ശരിക്കും ഒരു ആൽമരത്തിന് ചില്ല എന്ന് പറഞ്ഞത് നിരവധി ലീഡേഴ്സ്, നിരവധി പാർട്ട്നേഴ്സ് ആയിരിക്കും. ആ ആൽമരത്തിന്റെ ചപ്പ് എന്ന് പറഞ്ഞത് നിരവധി പാർട്ട്നേഴ്സ്. അതാണ് കോർഡിനേഷന്റെ പവർ. ചപ്പ് എന്ന് പറഞ്ഞത് അത്രയും ഡ്യൂപ്ലിക്കേഷൻ, അത്രയും കമ്മ്യൂണിറ്റി അവിടെ വരും.
അപ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് വെറും ഒരു രൂപ ഈ 20 മാട്രിക്സിന്റെ അത്ഭുതത്തോടെ 1 രൂപ കിട്ടിയാൽ നമ്മളൊക്കെ വരുമാനം എന്ന് പ്രതിദിനം 10,000 മുതൽ 1 ലക്ഷം വരെ ആയിരിക്കും ഫ്രണ്ട്സ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇന്ത്യയിലുള്ള ഒരു ബിസിനസ് അല്ല. ഇത് ലക്ഷങ്ങളെ കണക്ക് പറയുമ്പം ആൾക്കാർ ചിലപ്പം വലിയ രീതിയിൽ പരിഭ്രാന്തിയാന്ന് കാണാം. ഫ്രണ്ട്സ്, നമ്മൾ മനസ്സിലാക്കേണ്ടത് പെർൾവിൻ ഇന്റർനാഷണൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള 1 ലക്ഷം, അതുപോലെ ഡോളറിന്റെ മൂല്യമുള്ള ഫ്രണ്ട്സ്. അപ്പോൾ 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ഒക്കെയാണ് നമ്മൾ ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അമേരിക്കൻ ബിസിനസ് ആണ്. 1-2 ലക്ഷം നമുക്ക് റിവാർഡായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് കോടികളായിരിക്കും ഫ്രണ്ട്സ് അതിന്റെ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ 100% ഈ ഒരു സിസ്റ്റത്തെ വിശ്വസിച്ച് ഏറ്റെടുത്ത് ചെയ്യുക. 100% റിസൾട്ട് നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് ലഭിക്കും. എന്റെ ടീമിൽ തന്നെ ഇപ്പം ഡ്യൂപ്ലിക്കേഷൻ പ്രകാരം 4-4.5 കോടിയിലധികമുള്ള ബിസിനസ് നടക്കുന്നത്. ഇത് ഞാൻ ഒറ്റ ചെയ്യുന്നില്ല, നമ്മളൊരു ഹെൽപ്പിംഗ് പവറാണ്. ഓരോ പാർട്ട്നേഴ്സിനെയും ഡെവലപ്പ് ചെയ്തുകൊണ്ട് പൊന്തിച്ച് അവര് എല്ലാവരും വാങ്ങുന്ന ആ ഒരു വലിയ വരുമാനത്തിലേക്ക് എത്തിക്കാനാണ് ഊർജിതമായ ശ്രമം ഫ്രണ്ട്സ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ കിട്ടിയ പ്രസ്ഥാനത്തെ പറ്റി പഠിക്കുക, മനസ്സിലാക്കുക, പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഞാനിപ്പോൾ INR കണക്ക് പ്രകാരം ഇത് INR കണക്ക് നമ്മുടെ പാർട്ണർമാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഡാനിയൽ ജോൺസൺ സാറോ ആരും പറഞ്ഞില്ല ഇങ്ങനെ INR കണക്ക് പറഞ്ഞു കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ മനസ്സിലാക്കുക, ഇത് USDT PBC മെറ്റയെ സപ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ USDTന്റെ പേരിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നീട് ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്ചേഞ്ച് ബിനാൻസിന്റെ ബ്ലോക്ക് ചെയിനിലാണ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ട്രസ്റ്റ് വാലറ്റ് എന്ന് പറഞ്ഞത് ട്രസ്റ്റ് വാലറ്റ് ആണ് സീഡ് ഫണ്ടിങ്, ടോക്കൺ ഫാമിംഗ്, നമുക്ക് റിവാർഡും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്. ഈ ട്രസ്റ്റ് വാലറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് ബൈനാൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സംഭവങ്ങളൊക്കെ ഈ ലോകത്ത് കൊണ്ടുവന്നതാരാണ്? റോത്ത്ചൈൽഡ് ഫാമിലി. അപ്പോൾ ആ ഒരു വലിയൊരു റോത്ത്ചൈൽഡ് ഫാമിലിയുടെ ബിസിനസ് ആണ് ഫ്രണ്ട്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ടീമിനെ ഫോളോ ചെയ്ത ഒരു വ്യക്തി പോലും ഈ സിസ്റ്റത്തിലൂടെ പരാജയപ്പെടുകയില്ല. തീർച്ചയായിട്ടും 100% സാമ്പത്തിക ഉന്നതിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും എത്തിയിരിക്കും, ഒരു സംശയവും വേണ്ട. ഞാനൊക്കെ സേലത്തിലുള്ള ഒരു പ്രോഗ്രാമിൽ വെച്ചാണ് മനസ്സിലാക്കിയത് ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിന്റെ ദൈവഭാഗ്യം കൊണ്ട് ലഭിച്ചൊരു പ്രസ്ഥാനമാണ് അന്നാണ് മനസ്സിലാക്കിയത്. അന്ന് തന്നെ ഡിജിറ്റൽ ബാങ്കിങ് സിസ്റ്റത്തിൽ 3-4 കോടികൾ 3 വർഷം മുമ്പേ ഞാൻ സേലത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ 3-4 കോടികൾ വാങ്ങിച്ചാളന്ന് സ്റ്റേജിൽ മീറ്റിംഗ് എടുത്തിരുന്നു ഫ്രണ്ട്സ്. PBC മെറ്റ എന്ന് പറഞ്ഞാൽ മൾട്ടിപർപ്പസ് ടോക്കൺ 2022 ജൂലൈ 28 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എന്നാൽ പെർൾവിൻ ഇന്റർനാഷണലിന്റെ ഒന്നാമത്തെ ഡിജിറ്റൽ ബാങ്കിങ് സിസ്റ്റത്തിൽ 1, 2, 3, 4 വർഷം കൊണ്ടാണ് കോടീശ്വരന്മാരെ സൃഷ്ടിച്ചതെങ്കിൽ PBC മെറ്റ എന്ന് പറഞ്ഞ മൾട്ടിപർപ്പസ് ടോക്കൺ കുതിച്ചു വരുമ്പോൾ വെറും ഈ ഇരിക്കുന്ന നമ്മുടെ മുഴുവൻ പാർട്ണർമാരും 1-2 വർഷം കൊണ്ടാണ് ഫ്രണ്ട്സ് ട്രില്യനേഴ്സും ആകാൻ പോകുന്നത്. അങ്ങനെയുള്ളൊരു വലിയൊരു അത്ഭുതകരമായ പ്രസ്ഥാനത്തിലാണ് നമ്മൾ ഒക്കെ വന്നിരിക്കുന്നത്. എന്നെ കേട്ട നമ്മുടെ പ്രിയപ്പെട്ട പാർട്ണർമാർക്ക് എല്ലാവർക്കും ഏറ്റവും വലിയ സാമ്പത്തിക ഉന്നതി ഈ ഒരു സിസ്റ്റത്തിലൂടെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സൗദിയിലുള്ള നമ്മുടെ ഗ്രേറ്റ് ലീഡറായ മുജീബ് സാർ വളരെ നല്ല രീതിയിൽ MC ചെയ്തു. അദ്ദേഹത്തിന് ഏറ്റവും വലിയ നന്ദിയും പ്രാർത്ഥനയും അർപ്പിക്കുന്നു. അതുപോലെ ഈ ഒരു സിസ്റ്റം ലോകത്തിന് സമ്മാനിച്ചുകൊണ്ട് ഓരോ കുടുംബങ്ങളിലേക്കും സാമ്പത്തികം എത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ഡോക്ടർ ഡാനിയൽ ജോൺസൺ എന്ന ആ ദൈവതുല്യനായ വ്യക്തിക്ക് ഏറ്റവും വലിയ നന്ദിയും പ്രാർത്ഥനയും അർപ്പിച്ചുകൊണ്ട് എന്നെ എത്രയും നേരം ശ്രമിച്ച നമ്മുടെ പ്രിയ പാർട്ണർമാർക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് പെർൾവിൻ, ജയ് PBC മെറ്റ, ജയ് മെറ്റ ആർമി. താങ്ക് യു ഓൾ.